ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ചെറിയവർക്കും വലിയവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ന്യൂട്ടല്ല. ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം, പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യാം. ഇത് ചപ്പാത്തി, ബ്രെഡ് എല്ലാത്തിനും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വരൂ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ജ്യോതിസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വരൂ വീഡിയോയിലേക്ക് പോകാം. ഹോം മെയ്ഡ് ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഹേസൽ നട്ട്സാണ്. ഇത് ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ കുറച്ച് വില കൂടുതലാണ്. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് ഓപ്ഷനായിട്ട് കാഷ്നട്ടും ഗ്രൗണ്ട് നട്ടും കൂടി വയ്ക്കാം. അപ്പോൾ രണ്ടും മിക്സ്, ഇതും ഹേസൽ നട്ട്സും ഇതും കൂടി മിക്സ് ചെയ്തും വയ്ക്കാം, കാഷ്നട്ടും പീനട്ടും കൂടി മിക്സ് ചെയ്തും വയ്ക്കാം. നമുക്ക് അത് അവരവരുടെ ഓപ്ഷനാണ്. പക്ഷേ ഏതെങ്കിലും ഇത് മാത്രം വച്ചാലും നല്ല. കടയിലൊക്കെ അവർ വയ്ക്കുന്നത് ഹേസൽ നട്ട്സ് മാത്രമാണ്. ഞാൻ ഇന്ന് ഹേസൽ നട്ട്സും കാഷ്യൂ നട്ട്സും കൂടിയിട്ടാണ് ന്യൂട്ടല്ല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഹേസൽ നട്ട്സ് കിട്ടിയില്ലെങ്കിൽ കാഷ്യൂസും ഗ്രൗണ്ട് നട്ടും കൂടി എടുക്കാം. ഇത് നല്ലതുപോലെ തോലില്ലാതെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വറുത്തിട്ട് ഇതുപോലെ ക്ലിയർ ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഷുഗറാണ്. വൈറ്റ് ഷുഗറോ ബ്രൗൺ ഷുഗറോ നമുക്ക് എടുക്കാം. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വീക്ക്ഫീൽഡിലെ കൊക്കോ പൗഡറാണ്. ഇത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഹേസൽ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, ചുമ്മാ ഡ്രൈ ഫ്രൈ ആയിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഹേസൽ നട്ട്സ് നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ചേർക്കാം. നമ്മുടെ കാഷ്നട്ടും നല്ലതുപോലെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഹേസൽ നട്ട്സും കാഷ്യൂ നട്ട്സും വറുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് തണുക്കട്ട്. ഇനി നമുക്ക് ഈ 1/2 കപ്പ് പഞ്ചസാര വെള്ളമയമില്ലാത്ത ഒരു മിക്സി ജാറിലേക്ക് ഇടാം. 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഇട്ട് നല്ലതുപോലെ ഒന്ന് നൈസായിട്ട് അടിച്ചെടുക്കാം. കൊക്കോവും ഷുഗറും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് നല്ല നൈസായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറും ഷുഗറും നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നല്ലതുപോലെ അരിച്ചില്ലെങ്കിൽ നമുക്ക് നട്ടെല്ല ഇത് ചെയ്ത് വരുമ്പം തരിയായിട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച നട്ട്സ് ഇതിലിട്ട് ഒന്ന് കുറച്ചായിട്ട് അടിച്ചടിച്ച് പൾസിലടിച്ച് നല്ല തിക്ക് പേസ്റ്റായിട്ട്, വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, തിക്ക് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ വരും. എന്നിട്ട് നമ്മൾ സൈഡിലൊന്ന് ഒതുക്കി കൊടുത്തിട്ട് പിന്നെയും അടിച്ച് ഒതുക്കി അടിച്ചെടുക്കണം. രണ്ടാമതും അടിച്ചപ്പോൾ ഇതുപോലായി. ഇനിയും കുറച്ചുകൂടി വിട്ട് അടിക്കണം. മിക്സി ചൂടാവുകയാണെങ്കിൽ കുറച്ച് തണുപ്പിച്ചിട്ട് പിന്നെ അടിച്ചാൽ മതി. തിക്ക് പേസ്റ്റായിട്ട് എണ്ണ അങ്ങനെ വരും. അതുപോലെ അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി അടിക്കുമ്പം നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടും നമുക്ക്. ഇപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊക്കോ ഷുഗർ മിക്സും കൂടി ചേർത്തിട്ട് അടിക്കാം. കൊക്കോ ഷുഗർ മിക്സർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പൾസിൽ അടിച്ചടിച്ച് തിക്കാക്കാം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് പിന്നെയും അടിക്കാം. എല്ലാം റെഡിയായി, നല്ല ക്രീമിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടെയ്നറിൽ ഒഴിച്ച്, ഇത് ഇളം ചൂടുണ്ടാവും, നമുക്ക് ചൂടില്ലാതെ മിക്സി തണുപ്പിച്ച് വേണം അടിക്കാനായിട്ട്. ഇനി നമുക്കിത് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും പിള്ളേർക്കും വലിയവർക്കും ഒന്നുപോലെ
കൊടുക്കാൻ പറ്റിയതാണ്. നമ്മുടെ ന്യൂട്ടെല്ല റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള ഒരു ഇതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹേസൽനട്ട്സ് കിട്ടാത്തവർക്ക് കാഷ്യൂ നട്ട്സും പീനട്ട് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതും കൂടി വച്ചിട്ട് ചെയ്താൽ ഇതേ ടേസ്റ്റ് കിട്ടും. പക്ഷേ കാഷ്യൂ നട്ടിൻ്റെ അളവ് കൂടുതലായിട്ടും പീനട്ടിൻ്റെ അളവ് കുറവായിട്ടും ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പീനട്ട് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്താലും മതി. റേഷ്യോ കാഷ്യൂ നട്ട് കൂടുതൽ ഇരുന്നാൽ മതി. ഇത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന റെസിപ്പീസും ബ്ലോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.